കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. There are two methods by which we can find work done by a constant force. ഒന്ന് ഫോർമുല ഉപയോഗിക്കുക, W equals Fs cos theta. രണ്ടാമത്തത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരച്ച് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണുക. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സാണ്. എന്താണ് ഒരു വേരിയബിൾ ഫോഴ്സ്? ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻ്റ് അല്ലാത്ത ഫോഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. ഈ ഗ്രാഫ് നോക്കുക, ഇതൊരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ദ ബോഡി ഈസ് മൂവിങ് ഫ്രം എ ടു ബി. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ബോഡി എയിലായിരിക്കുമ്പം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ല ബോഡി ഇവിടെ എത്തുമ്പോൾ. ഇവിടെ വരുമ്പോൾ ഫോഴ്സ് കൂടുകയാണ്, ഇവിടെ എത്തുമ്പോൾ പിന്നെയും ഫോഴ്സ് കൂടുകയാണ്. അപ്പോൾ ബോഡി എയിൽ നിന്ന് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പം ഫോഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് the different forces are acting on the body as it moves from A to B. അങ്ങനെയാണെങ്കിൽ how will we find the work done when the body is moving from A to B? നമുക്ക് W is equal to Fs cos theta എന്നുള്ള ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? എല്ലാ സമയത്തും ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം അല്ല. ഇവിടെയുള്ള ഫോഴ്സ് അല്ല ഇവിടെ, ഇവിടെയുള്ള ഫോഴ്സ് അല്ല ഇവിടെ. അപ്പോൾ എ മുതൽ ബി വരെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന അത് ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ വി കൻ നോട്ട് അപ്ലൈ ദ ഫോർമുല W ഈക്വൽസ് Fs cos theta ബിക്കോസ് F is not a constant, F is varying. പിന്നെ നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പരിചയമുള്ളൊരു ഷേപ്പ് അല്ല. ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയാം. പക്ഷെ ഇതൊരു റെക്റ്റാങ്കിൾ അല്ല, നമുക്ക് പരിചയമുള്ള ഷേപ്പ് അല്ല. സോ വി കനോട്ട് യൂസ് ദ സെക്കൻഡ് മെത്തേഡ് ഓൾസോ. അങ്ങനെ ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഗ്രാഫിനെ കുറേ ചെറിയ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ബോഡി ഈസ് മൂവിങ് ഫ്രം P to Q. The force F is acting at P. P എന്നുള്ള പോയിന്റിൽ ആവുമ്പോൾ ആ ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. ആ ഫോഴ്സ് കാരണം ആ ബോഡി ഒരു ചെറിയ ഡിസ്റ്റൻസ് dx മൂവ് ചെയ്ത് ക്യൂവിലെത്തുന്നു. dx എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ F എന്നുള്ള ഫോഴ്സ് കാരണം ബോഡി പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസ് dx മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് അതിൻ്റെ അടിയിലുള്ള ഏരിയ നമ്മൾ കാണാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഏരിയ റിപ്രസെൻറ്റിംഗ് ദ ഡിസ്റ്റൻസ് പി ക്യൂ. വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം പി ടു ക്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദാറ്റ് ഗ്രാഫ്. പി ക്യൂ എന്നുള്ള ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ. ഈ പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായതുകൊണ്ട് നമുക്കിത് ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ dx ആണ്. കണ്ടില്ലേ, ചെറിയ ഡിസ്റ്റൻസ് dx ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ F ഇൻറ്റു dx എന്നാണ് വരിക. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്താ? വർക്ക് ഡൺ ആയി. അപ്പോൾ വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം P to Q is equal to F into dx. നമ്മൾ ഈ ഗ്രാഫിനെ dx ഡിസ്റ്റൻസ് ഉള്ള കുറേ ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഏരിയയിലും നമ്മൾ ചെയ്യുന്ന വർക്ക് F dx ആയിരിക്കും. അത് അടുത്ത ഏരിയ എടുക്കുക, ഈ ഏരിയ dx ആണ്. ഇവിടെയുള്ള ഫോഴ്സ് F ആണെങ്കിൽ ഇവിടെ ചെയ്യുന്ന വർക്ക് F dx. നമ്മൾ ഈ ഏരിയ എടുക്കുക, ഈ ഏരിയയിൽ ഇവിടെയുള്ള ഫോഴ്സ് F ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് dx ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് F dx. അങ്ങനെ നമ്മൾ കുറേ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ
എ മുതൽ ബി വരെ ആ ബോഡി മൂവ് ചെയ്യുമ്പം ചെയ്യുന്ന വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ ഏരിയയും കൂടി ആഡ് ചെയ്യുക. വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ബോഡി ഫ്രം എ ടു ബി ഈക്വൽസ്, ഓരോ ഏരിയയും എഫ് ഡി എക്സ് ആണ്. അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. എ മുതൽ ബി വരെയുള്ള എല്ലാ ഏരിയാസും കൂടി ആഡ് ചെയ്താൽ സിഗ്മ എ ടു ബി ഓഫ് എഫ് ഡി എക്സ് എന്നാണ് കിട്ടുക. എല്ലാ ഏരിയയും കൂടി ആഡ് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് ഡി എക്സ് വളരെ ചെറുതാണെങ്കിൽ, if the distance dx is very small, you can replace sigma with integral. So you can write work done in moving the body from A to B is integral A to B of f dx. സിഗ്മക്ക് പകരം, സമ്മേഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് ഇൻ്റഗ്രേഷൻ എന്നാ പറയുക. ഈ സിമ്പലിന് ഇൻ്റഗ്രൽ എന്നാ പറയുക. നമ്മൾ എ മുതൽ ബി വരെയാണ് ബോഡിയെ മൂവ് ചെയ്യിക്കുന്നത്. എക്ക് പറയാ ലോവർ ലിമിറ്റ് എന്നും ബിക്ക് പറയാ അപ്പർ ലിമിറ്റ് എന്നുമാണ്. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ദ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്? W ഈക്വൽസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് എഫ് ഡി എക്സ്. Now we are going to discuss some points regarding work. നമ്മൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇഫ് ദ ഫോഴ്സ് ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി, ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, കണ്ടില്ലേ, ഫോഴ്സ് ഈസ് ഡിക്രീസിങ് uniformly. We are going to find the unit of work. അപ്പോൾ യൂണിറ്റ് കാണാൻ വേണ്ടി ആദ്യം നമ്മൾ വർക്കിൻ്റെ ഫോർമുല എഴുതുക. W ഈക്വൽസ് എഫ് എസ് കോസ് തീറ്റ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. കോസ് തീറ്റക്ക് യൂണിറ്റ് ഇല്ല. സോ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്ററിന് നമ്മൾ പറയുന്ന പേര് ജൂൾ എന്നാണ്. റിപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ ജെ. So unit of work is Newton meter or joule. ഇനി എങ്ങനെയാണ് നമ്മൾ 1 joule ഡിഫൈൻ ചെയ്യുക? നമ്മൾ ഫോർമുല എഴുതി എല്ലാ ടേംസും 1 ആക്കുക. W is equal to Fs cos theta എന്ന് എഴുതി. F is equal to 1 Newton. Distance S equals 1 meter. തീറ്റ 0 ആണെങ്കിൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ആണ് വരിക. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ, ആൻഡ് ഇഫ് ദ ആംഗിൾ തീറ്റ ഈക്വൽ 0, ദെൻ വർക്ക് ഡൺ ഈസ് 1 ജൂൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 1 ജൂളിനെ ഡിഫൈൻ ചെയ്യുക? വർക്ക് ഡൺ ഈസ് സെഡ് ടു ബി 1 ജൂൾ വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ 1 മീറ്റർ in the direction of force. കണ്ടില്ലേ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാവണം, തീറ്റ 0 ആവണം. വർക്ക് ഈസ് സെഡ് ടു ബി 1 ജൂൾ when a force of 1 Newton displaces the body through 1 meter in the direction of force. W equals F dot S എന്നാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കേലാർ ആയിരിക്കും. ഫോഴ്സ് വെക്ടറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയ വർക്ക് സ്കേലാർ ആണ്. The dot product of two vectors is always a scalar. So work is a scalar quantity. വർക്കിൻ്റെ വേറൊരു യൂണിറ്റ് ആണ് എർഗ്. അത് CGS യൂണിറ്റ് ആണ്. എർഗിനെ നമ്മൾ SI യൂണിറ്റ് ആയ ജൂളിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 10⁻⁻7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 എർഗ് ഈക്വൽസ് 10⁻⁻7 ജൂൾസ്. നമ്മൾ വർക്കിൻ്റെ ഡയമെൻഷനൽ ഫോർമുല കാണാൻ പോവാണ്. Dimensional formula for W work done equals dimension of force into dimension of displacement into dimension of cos theta. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം, ml t⁻². ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ L ആണ്, കോസ് തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. നമുക്ക് എന്താ ആൻസർ കിട്ടുക? ml² t⁻². Calculate the work done by a force F equals 2I plus 3J plus 5K to move a body from -235 to
3, 8, 15 position. Also find the angle between vector F and vector S. അപ്പോൾ ബോഡിയുടെ ഇനീഷ്യൽ പൊസിഷൻ -235 ആണ്. അപ്പോൾ നമുക്കതിനെ -2i + 3j + 5k എന്ന് എഴുതാം. ബോഡിയുടെ ഫൈനൽ പൊസിഷൻ 3, 8, 15 ആണ്. നമുക്കതിനെ 3i + 8j + 15k എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽസ് 3i + 8j + 15k minus of 2i + 3j + 5k. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 15 - 5 എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് 10k എന്ന് കിട്ടി. 8j - 3j എന്ന് പറയുമ്പോൾ 5j എന്ന് കിട്ടി. 3i - of -2i എന്ന് പറയുമ്പോൾ 5i എന്ന് കിട്ടി. സോ അവർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 5i + 5j + 10k. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ F.S ആണ്. F ഇവിടെ തന്നിട്ടുണ്ട് 2i + 3j + 5k ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇതാ 5i + 5j + 10k. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. i.i, j.j, k.k 1 ആണ്. i.j, j.k, k.i 0 ആണ്. ഇപ്പോൾ 2i.5i ചെയ്യുമ്പോൾ 10 കിട്ടും. 3j.5j ചെയ്യുമ്പോൾ 15 കിട്ടും. 5k.10k ചെയ്യുമ്പോൾ 15 കിട്ടും. So we'll get work done equals 75 joules. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എഫ് ആൻഡ് വെക്ടർ എസ്. നമുക്കറിയാം W ഈക്വൽസ് എഫ് എസ് കോസ് തീറ്റ എന്നാണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽസ് W/Fs എന്നാണ്. Wന്റെ സ്ഥാനത്ത് നമുക്ക് F.S എന്ന് എഴുതാം. സോ കോസ് തീറ്റ ഈക്വൽസ് F.S ഡിവൈഡഡ് ബൈ Fs. F.Sന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ, 75 ജൂൾസ്. എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് കാണാനുള്ള ഫോർമുല പറഞ്ഞതാണ്. √(ax² + ay² + az² ആണ്. നോക്കുക, √(2² + 3² + 5². നിങ്ങൾക്ക് √35 എന്ന് കിട്ടും. അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എസ്, എസിന്റെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ എസിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക? വീണ്ടും അല്ലേ, bx² + by² + bz², √(5² + 5² + 10². അപ്പോൾ വെക്ടർ എസിന്റെ മാഗ്നിറ്റ്യൂഡ് √150 എന്നാണ് കിട്ടുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് തീറ്റ ഈക്വൽസ് 75/√35 × √150 എന്ന് വരും. തീറ്റ ഈക്വൽസ് കോസ് ഇൻവേഴ്സ് ഓഫ് 75/√5700 എന്ന് വരും. അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 6 ഡിഗ്രി 36 മിനിറ്റ്സ്. A body moving along z axis is subjected to a force F is equal to -i + 2j + 3k. What is the work done in moving it through a distance of 4 meter along z axis? അപ്പം ബോഡി മൂവ് ചെയ്യുന്നത് z ആക്സിസിലാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വരിക 4k ആണ്. W ഈക്വൽസ് F.S എന്ന് പറയുമ്പം -i + 2j + 3k ഡോട്ട് 4k എന്ന് വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 200 kg വിത്ത് എ ഫോഴ്സ് 100 Newton. വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഇറ്റ്? നമ്മളൊരു ബോഡിയെ മുകളിലേക്ക് ഉയർത്തുമ്പം ഫോഴ്സിന്റെ ഫോർമുല F is equal to mg എന്നാണ്. ജിന്റെ വാല്യൂ 9.8. അപ്പം അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോഴ്സ് കാണാൻ പറ്റും. F is equal to mg, 200 × 9.8. What is the work done? നമുക്ക് ശരിക്കും അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് 200 × 9.8 ആണ്. പക്ഷേ ഇദ്ദേഹം എത്ര ഫോഴ്സേ കൊടുക്കുന്നുള്ളൂ? 100 ന്യൂട്ടൺ ഫോഴ്സേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഫോഴ്സ് ഉപയോഗിച്ചാൽ അയാൾക്ക് ആ ബോഡിയെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് അവിടെ വർക്ക് ഡൺ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഇതാണ് ഡാറ്റ. ആദ്യത്തെ സെക്കൻഡിൽ 2 ന്യൂട്ടൺ ആണ്, രണ്ടാമത്തെ സെക്കൻഡിൽ 4 ന്യൂട്ടൺ, മൂന്നാമത്തെ സെക്കൻഡിൽ 6 ന്യൂട്ടൺ, നാലാമത്തെ സെക്കൻഡിൽ 8 ന്യൂട്ടൺ, അഞ്ചാമത്തെ സെക്കൻഡിൽ 10 ന്യൂട്ടൺ. അപ്പം നിങ്ങൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുക ബൈ ടേക്കിംഗ് ഫോഴ്സ് അലോങ് y ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അലോങ് x ആക്സിസ്. രണ്ടാമത്തത് ദ ഫോഴ്സ് ഇൻവോൾവ്ഡ് ഈസ്. ഈ ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും
ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഒരു വേരിയബിൾ ഫോഴ്സാണ്. ഫൈൻഡ് ദ വർക്ക് ഡൺ ഫ്രം ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വിൽ ഗിവ് വർക്ക് ഡൺ. So from the graph you can find the work done.